മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഹൃദയം. അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നമ്മൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ്. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. കൂടെ ഉള്ളതിൻ്റെ വില അറിയണമെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം. പരിഗണന ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. അത് മരുഭൂമിയിൽ മഴക്കാടുകൾ തിരയുന്നതിന് തുല്യമാണ്. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്ത് വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെ ഒന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനാകും. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു. പരാജയങ്ങളിൽ മനസ്സ് മടുത്ത് പിന്മാറരുത്. പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിച്ചെടുക്കുന്നത്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുക. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ.